പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ്. നമ്മുടെ കഥാനായകനാരാ? അതെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എൻ്റെ കഥയുടെ പേര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജീവിതം. എല്ലാവരും കഥ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയായിരുന്നു. സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ പതിവ് ആരാധനകൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. ഒരു വക്ത് ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്തു പറ്റി? കാര്യം അന്വേഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ പറഞ്ഞു വിട്ടു. സ്വഹാബികൾ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. കാര്യം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വരികയും എന്തെങ്കിലും ഒന്ന് തരുമോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. ചോദിച്ചു വരുന്നവരെ വെറുതെ അയക്കരുതെന്ന് നമ്മുടെ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ അദ്ദേഹത്തിന് വെറുതെ അയക്കും? അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ വസ്ത്രമില്ലാതായി. ഉണ്ടായ കാര്യങ്ങളെല്ലാം സിദ്ദീഖ് തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു കൊടുത്തു. സ്വഹാബികൾ ആ വിവരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് തങ്ങൾ അത് വേഗം ധരിക്കുകയും പള്ളിയിലേക്ക് വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ദുആന്റെ നീളം കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വീണു. എൻ്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ. ഞാനൊരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിപ്പോയി. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയല്ല. എങ്കിലും എനിക്ക് നരകത്തിനെ സഹിക്കാൻ കഴിയില്ല റബ്ബേ. എന്തെങ്കിലും നീ എനിക്ക് പുറത്തു തരണമേ നാഥാ എന്ന് കരഞ്ഞു ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, എന്തൊരു ജീവിതമാണ് ഇവരുടേത്. ചെയ്ത് തെറ്റല്ല എങ്കിലും ശക്തമായ കാരണമുണ്ടായിട്ടും ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിയ പേരിൽ അത് വലിയ തെറ്റായി കണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കണ്ടേ? നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്ര ഫർളുകളാണ് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് റബ്ബ് നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.